ഒരു സൂക്തമുണ്ട്, ചൂളധമ്മ സമാധാന സൂക്തം. അതിൽ 4 തരത്തിലുള്ള വ്യക്തികളുടെ പ്രവൃത്തികളെ കുറിച്ച് പറയുന്നുണ്ട്. ചില പ്രവൃത്തികൾ ഈ സമയത്ത് സുഖമായിരിക്കും, പിന്നീട് ദുഃഖമായിരിക്കും. ഉദാഹരണത്തിന് ഒരു വ്യക്തി, ആ വ്യക്തി ഇന്ദ്രിയ സുഖങ്ങളിൽ മുഴുകുകയാണ്, എല്ലാ പഞ്ചേന്ദ്രിയങ്ങളുടെ സുഖത്തിലും മുഴുകി ജീവിക്കുകയാണ്. ആ വ്യക്തിക്ക് ഈ സമയത്ത് സുഖമാണ്. പക്ഷേ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വ്യക്തി നരകത്തിൽ പോയിട്ടായിരിക്കും ജനിക്കുക. അതേപോലെ തന്നെ ദുഃഖ ജീവിതമായിരിക്കും അതുണ്ടാകുക. അപ്പോൾ ഇപ്പോൾ സുഖമാണ്, പിന്നീട് ദുഃഖമാണ്. ചില കാര്യങ്ങളുണ്ട്, അത് ഈ സമയത്തും ദുഃഖം തരും, പിന്നീട് ദുഃഖം തരും. ചില ആൾക്കാർ കഠിനമായിട്ടുള്ള തപശ്ചര്യ അനുഷ്ഠിക്കാറുണ്ട്. നിന്നുകൊണ്ട് തന്നെ തപസ് ചെയ്യും, ഇരുന്നു കൊണ്ട് തന്നെ തപസ് ചെയ്യും. ഇങ്ങനത്തുള്ള തപശ്ചര്യകൾ അത് തെറ്റായിട്ടുള്ള തപശ്ചര്യകളാണ്. ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ദുഃഖമാണ്, അത് പിന്നീടും നമ്മൾക്ക് ദുഃഖം തന്നെ തരും. ഇനി മറ്റൊരു രീതിയിലുള്ള ഒരു അഭ്യാസം, ആ സമയത്ത് ചെയ്യുന്ന സമയത്ത് ദുഃഖമാണ്. ഉദാഹരണത്തിന് ഒരുപാട് രാഗമുള്ള വ്യക്തി, ദ്വേഷമുള്ള വ്യക്തി, അതേപോലെ തന്നെ മോഹമുള്ളൊരു വ്യക്തി, ആ വ്യക്തി തപശ്ചര്യ ചെയ്യുകയാണ് ശരിയായിട്ടുള്ള രീതിയിൽ. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. എന്നാലും ആ വ്യക്തി വളരെയധികം ബുദ്ധിമുട്ടി സ്വന്തം മനസ്സിനെ കഷ്ടപ്പെട്ട് നിയന്ത്രിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിക്ക് കഷ്ടമാണ്, പക്ഷെ പിന്നീട് ആ വ്യക്തി സുഖം അനുഭവിക്കും. കാരണം ഈ തപശ്ചര്യയുടെ ഫലമായിട്ട് ആ വ്യക്തി സ്വർഗത്തിൽ പോയിട്ട് ജനിച്ചതിന് ശേഷം സുഖിക്കും. ഇനി 4ാമത്തെ അഭ്യാസം എന്ന് പറയുന്ന സമയത്ത് ഈ സമയത്തും സുഖം, പിന്നീട് സുഖം. അത് ധ്യാനത്തിൻ്റെ അഭ്യാസമാണ്. ധ്യാനം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ സമയത്ത് നമ്മൾക്ക് സുഖത്തിൻ്റെ അനുഭവം ഉണ്ടാകും. അതിനുശേഷം മരണശേഷം നമ്മൾക്ക് വീണ്ടും ജന്മം കിട്ടുന്ന സമയത്ത് അവിടെയും സുഖം തന്നെയായിരിക്കും.